إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട് വന്നുപോയിട്ടുള്ള അപാകതകൾ റഹീമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കേരളത്തിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ചർച്ച പുനരാരംഭിച്ചിരിക്കുകയാണ്. പുതിയങ്ങാടി പള്ളി നേർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആന ഇടയുകയും ഒരു മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന രീതിയിലേക്ക് ആ പൂരപ്പറമ്പ് മാറി എന്നുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചു. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജാറങ്ങളിൽ നടക്കുന്ന പൂരങ്ങളെ നേർച്ചകൾ എന്ന് വിളിക്കാൻ തന്നെ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം. സ്വാഭാവികമായും ബിദ്അത്തായ, ഹറാമായ, ശിർക്കായ, കുഫറായ എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രമാണബദ്ധമായി നമ്മൾ നേരിടുമ്പോൾ നമ്മളൊക്കെ പഴി കേൾക്കാറുള്ളത് ഒരിക്കലും പിന്നെ സുന്നത്തിനോടൊന്നും ഒരു താല്പര്യമില്ല, ഓർക്കൊരു തന്നിഷ്ടമാണ് ദീനി എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ പഴി കേൾക്കാറുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, നേർച്ച എന്നതിന് അറബിയിൽ നദർ എന്നാണ് പറയുക. ഇസ്ലാമിൽ നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും വളരെ കൃത്യമായി നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് വിഷയം, എന്താണ് വിഷയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് ഉണ്ട്. സുന്നത്ത് നോമ്പായതുകൊണ്ട് തന്നെ ഒരാൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് പ്രതിഫലം കിട്ടും, ഒഴിവാക്കിയാൽ അയാൾക്ക് കുറ്റവുമില്ല. നമുക്കറിയാം, അതാണ് സുന്നത്തിൻ്റെ നിർവചനം. അപ്പോൾ സുന്നത്ത് നോമ്പായ ഒരു നോമ്പ് ഒരാൾ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സുന്നത്ത് നോമ്പ് നോക്കും, ഇൻഷാ അല്ലാഹ് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതൊരു നേർച്ചയാണ്. നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ, ഹലാലായ ഒരു കാര്യത്തെ ഞാനത് ചെയ്യും എന്ന് നിർബന്ധ വകതിരിവുള്ള, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പറഞ്ഞാൽ അത് അയാൾക്ക് നിർബന്ധമായി. പിന്നീട് അത് വീട്ടാതിരിക്കാൻ വകുപ്പില്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ആടിനെ അറുത്ത് മറ്റുള്ള ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതും ഇതേപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു നല്ലൊരു ആടിനെ വാങ്ങിയിട്ട്
സാധാരണക്കാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മിസ്കീനുകൾക്ക് ഞാൻ കൊടുക്കും അതിനെ അറുത്തിട്ട് എന്ന് പറയാം, എങ്കിൽ അത് അയാൾക്ക് വീട്ടൽ നിർബന്ധമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നേർച്ച അഥവാ നദർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, ആരാധനയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിലെ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൂഫൂന ബിൻ നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. യൂഫൂന ബിൻ നദർ, അവർ നേർച്ച നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ നേർച്ച നിറവേറ്റുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ബഖറ 270-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു. നിങ്ങൾ എന്തൊന്നിനു വേണ്ടി ചിലവഴിച്ചാലും, നിങ്ങൾ ഏതൊന്ന് നേർച്ച നേർന്നാലും അതെല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നദറിനെ കുറിച്ചുള്ള പ്രതിപാദ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നെതിറുണ്ട്, നേർച്ചയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് നേർച്ച നേർന്നു കഴിഞ്ഞാൽ നമ്മളത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതും മനസ്സിലായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല കാര്യങ്ങളിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും മാത്രമേ ഒരാൾക്ക് നേർച്ച നേരാൻ തന്നെ പാടുള്ളൂ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നാൽ നേർച്ച നേരാൻ പാടില്ല. ഇനി അഥവാ നേർച്ച നേർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയാം ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ബിസ്മി ചൊല്ലി കള്ളും കുടിക്കുമെന്ന് പറഞ്ഞു, അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയമാണ്. നെതിറല്ലേ, ഞാൻ നേർച്ച നേർന്നു പോയല്ലോ, അപ്പം ചെയ്യൽ വാജിബല്ലേ എന്ന ന്യായീകരണത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഈ വിഷയത്തിലുള്ള അടിസ്ഥാന പ്രമാണം. മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫൽയുതി'. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. ഇനി ആരെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് അയാൾ നിറവേറ്റാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഇവിടെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നദിർ നേർച്ച എന്ന് പറയുന്നത് ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് സമർപ്പിച്ചാൽ അതിനെന്താ പറയാം? ഷിർക്ക് എന്നാണ്. അള്ളാഹു കാക്കട്ടെ, ആമീൻ. അല്ലേ? അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരുടെയും പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ വല്ല നേർച്ചയും നേരുകയാണ് എങ്കിൽ അത് അവർക്കുള്ള ഇബാദത്താണ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന ബോധ്യം മുഅ്മിനീങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ 13-ാം ആയത്തിലൂടെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം നമുക്കെല്ലാം സുപരിചിതമായ ആ ആയത്ത് എന്താ അള്ളാഹു പറഞ്ഞു തരുന്നത്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, തന്റെ മകനോട് ലുഖ്മാൻ അലൈഹിസ്സലാം വഅദ് പറയുന്ന സന്ദർഭത്തിൽ, സതുപദേശം നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും ഷിർക്ക് എന്നത് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്ന് അദ്ദേഹം തന്റെ മകനോട് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ നെതിറാകുന്ന ആരാധനയാകുന്ന ഈ ഒരു നേർച്ച എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹു ഇല്ലാത്ത മറ്റൊരാളിലേക്ക് നമ്മൾ സമർപ്പിക്കുക? ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. അവിടെയും പറഞ്ഞു നിർത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. മാത്രവുമല്ല, അതിന് താഴെയുള്ള എന്തെങ്കിലും പാപമാണ് ഒരാൾ ചെയ്തത് എങ്കിൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് അത് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷിർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു നേർച്ചയിലേക്ക് എത്തുന്നത് എങ്കിൽ നഊദു ബില്ലാഹ്, എങ്ങോ പോകുന്ന ഒരു ട്രെയിനിന് അങ്ങ് പോയി തലവെക്കുക എന്ന് പറയുന്നത് പോലെ നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ, അതും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, അതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ ആ നേർച്ച വഴിപാട് സമർപ്പിക്കുകയാണ് എങ്കിൽ ആ അവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്. സൂറത്തുൽ മാഇദയിൽ ഒന്നുകൂടി പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇനി ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന പക്ഷം അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അതിലും എന്താണ് നമുക്ക് നഷ്ടം വരാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ നേർച്ച അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേരാൻ പാടുള്ളൂ, ഹറാമായ ഒരു കാര്യത്തിൽ നേർച്ച നേരാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ ഈ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും 2 രീതിയിലാണ് ഉള്ളത്. ഒന്നാമത്തേത് വ്യവസ്ഥ വെച്ചുള്ള നേർച്ച,
ഉദാഹരണത്തിന് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ രോഗം ഭേദമായാൽ പടച്ചോനെ ഇൻഷാ അള്ളാഹ് ഞാനൊരു വലിയൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു പള്ളിക്ക് വലിയൊരു സംഭാവന കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിട്ട് ചെയ്യാം. രണ്ടാമത്തത് വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ചയാണ്. അപ്പോൾ ഇത്തരം നേർച്ചയുടെ വിധികളെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം, വ്യവസ്ഥ വെച്ചിട്ടുള്ള നേർച്ച കറാഹത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ഇനി എല്ലാ നേർച്ചയും ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഈ പണ്ഡിതന്മാർക്ക് വരെ ഇഖ്തിലാഫുള്ള ഒരു വിഷയമാണ്, പിന്നെന്തിനാണ് നമ്മൾ ഇത് ചർച്ചക്കെടുക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർ ചർച്ചക്കെടുത്തത് എന്ന് ചോദിച്ചാൽ, ഏത് തരത്തിലുള്ള നേർച്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തൻദുറൂ, നിങ്ങൾ നേർച്ച നേരരുത് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നൻ നദർ ലാ യുഗ്നി മിനൽ ഖദരി ശൈഅ, ഈ നേർച്ച എന്നത് ഖദറിൽ നിന്നും യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, അത് പിശുക്കന്റെ ധനം പുറത്തെടുക്കുന്നു എന്ന് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം വളരെ കൃത്യമാണ് വിഷയം. നേർച്ച നേരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള വിഷയം ഇവിടെ വിശദീകരിച്ചു. ഇനി ഒരാൾ അനുവദനീയമായ രൂപത്തിൽ നേർച്ച നേർന്നാൽ അത് വീട്ടൽ നിർബന്ധമാണ് എന്നുള്ളതും പ്രമാണത്തിൽ നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കുൻതു നദർതു ഫിൽ ജാഹിലിയ്യതി അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം. റസൂലേ, ഞാൻ ജാഹിലിയത്തിലായിരിക്കുന്ന സമയത്ത് ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് ഇരിക്കാൻ, ഭജനം ഇരിക്കാൻ നേർച്ച നേർന്നിരുന്നു, നെതിറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ഫഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച വീട്ടുക എന്നുള്ളതാണ്. അപ്പം അനുവദനീയമായ കാര്യങ്ങൾ അത് വീട്ടണം എന്നുള്ളതാണ് നേർച്ച നേർന്നു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ മരണപ്പെട്ട മാതാവോ പിതാവോ ഒക്കെ വല്ല നേർച്ചയും നേർന്നുകൊണ്ട് ആ ഒരവസ്ഥയിൽ അത് പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ വഫാത്തായിട്ടുള്ളത് എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഅദ് ബിൻ ഉബാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയത്തിലെ മതവിധിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാമെന്ന് നേർച്ച നേർന്നിരുന്നു, പക്ഷേ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് അവർ വഫാത്തായി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിറവേറ്റാനാണ് അവിടെ വിധി നൽകിയത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അശക്തത കൊണ്ട്, നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒക്കെ നേർച്ച വീട്ടാതെ ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്തായ ഒരു കാര്യം ഞാൻ എന്നും ചെയ്യും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്യും എന്ന് പറഞ്ഞു, തൊട്ടടുത്ത ആഴ്ച അയാൾ ചെയ്തില്ല, അപ്പം അതങ്ങ് ഒഴിവാക്കി വിടലല്ല, അത് നിർബന്ധമല്ലാലോ എന്നുള്ളതല്ല. നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ നിർബന്ധമാക്കി കഴിഞ്ഞാൽ അത് പിന്നെ വീട്ടൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു വിഷയം, കഫാറത്തുൻ നദ്രി കഫാറത്തുൽ യമീൻ. ഒരു നേർച്ചയുടെ ലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം എന്നത് ഒരു സത്യം ചെയ്ത ഒരാൾ, ആ സത്യം അയാൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, അത് ലംഘിച്ചുവെങ്കിൽ അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്താണോ അതാണ് ഇതിൻ്റെയും എന്നുള്ളത്. അപ്പോൾ അതെന്താണ് എന്ന് സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഫകഫാറതുഹു ഇത്ആമു 10 മസാകീൻ മിൻ ഔസതി മാ തുതഇമൂന അഹ്ലീകും. ഒന്നുകിൽ 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒന്നുകിൽ 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക, അല്ല എങ്കിൽ ഔ കിസ്വതുഹും, 10 പേർക്ക് 10 മിസ്കീനുകൾക്ക് വസ്ത്രം നൽകുക എന്നുള്ളതാണ്. ഇനി അതിനും കഴിയുന്നില്ല എങ്കിൽ ഔ തഹ്രീറു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ മൂന്നിനും കഴിയാത്ത ആളുകളാണ് എങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ, ഇവ മൂന്നും സാധ്യമായിട്ടില്ല എങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇത് പറഞ്ഞു തരുന്നത്. ഇനി അവിടെയും ഒരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അറിവില്ലായ്മ കൊണ്ടോ അതല്ല ഒരു അനുവദനീയമല്ലാത്ത ഒരു കാര്യം, ഹറാമായ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് നേർച്ച നേർന്നത് എങ്കിൽ അത് ഒരിക്കലും പൂർത്തിയാക്കേണ്ടതില്ല, അതിന് പ്രായശ്ചിത്തവും ഇല്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. ലാ നദറ ഇല്ലാ ഫീമാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്,
അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ നെദർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വലാ യമീന ഫീ ഖതീഅതി റഹിമിൻ, ഞാൻ എൻ്റെ കുടുംബ ബന്ധം വിച്ഛേദിക്കും എന്ന അർത്ഥത്തിൽ സത്യം ചെയ്യാനും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ കൃത്യമായ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പലപ്പോഴും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ച നേർന്നു പോയിട്ടുണ്ട്, എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. നേർച്ച എന്ന വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട വിഷയത്തിൽ പഠിക്കേണ്ടതുപോലെ മാത്രം പഠിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മുടെ പ്രസ്തുത വിഷയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭം, അവിടെ ഒരു ആന വരികയാണ്, പൂരപ്പറമ്പിലേക്ക് ആനയെ എഴുന്നള്ളിക്കുന്നു, ആ ആന ഇടയുന്നു, അതിലൊരു മനുഷ്യന് മരണം സംഭവിക്കുന്നു. എന്തിനാണ് ആ ഒരു നേർച്ച അവിടെ നടക്കുന്നത്? എന്താണ് ദീൻ? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്താൽ, അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ അതിന്റെ പേരല്ല ദീൻ. ഏതെങ്കിലും വലിയൊരു തലയെക്കെട്ടും താടിയുമുള്ള നല്ലൊരു മനുഷ്യൻ, കാണുമ്പോൾ നല്ല ഒരാളാണ് എന്ന് പറയപ്പെടുന്ന, കുറച്ചായത്തും ഹദീസും അയാളുടെ ചുണ്ടുകളിലൂടെ ഞങ്ങൾ കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങ് തൊള്ള തൊടാതെ വിഴുങ്ങുന്നതല്ല ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളതാണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നതുമാണ് ദീൻ. അതിനപ്പുറത്തേക്കില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ദീനിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ്. ദീനിൽ സ്ഥാനമില്ല. ജാറത്തിലേക്ക് എന്തിനാ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി എന്തിൽ നിന്നാണോ നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാറത്തിലേക്ക് പോകുന്നത്. ബീവിക്കോ തങ്ങൾക്കോ വലിയനോ വേണ്ടി എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ അവിടേക്ക് പോയാൽ അത് ശിർക്കാകും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നതിനോട് ഒരു ഉപമയെ പറയാനുള്ളൂ. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഉദാഹരണമാണ്, നടന്ന സംഗതിയല്ല. അയാൾ കള്ളുഷാപ്പിലേക്ക് നടന്നുപോയി. അവിടെ നിൽക്കുന്ന ഒരാളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കള്ളുഷാപ്പിലെ അവിടെ ഇട്ടിരിക്കുന്ന സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് വളരെ മാന്യമായി, ഇല്ലേ, കൂലാലഹു കൗലല്ലീനാന്നുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. എന്ത് ചെയ്യുമ്പോൾ ആയത്തും ഹദീസുണ്ടോ അതിൻ്റെ അടിയിൽ. അവിടെ വളരെ മാന്യമായ രീതിയിൽ അവിടെയുള്ള സർവൻറ്റിനോട് 2 പെഗ്ഗിന് പറയുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്നു. വലതു കൈ കൊണ്ടാണ് കുടിക്കുന്നത്, കള്ളാണേ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് കുടിക്കുന്നത്. 3 ഇറക്കാക്കിയിട്ടാണ് കുടിക്കുന്നത്. ആ കള്ളിലേക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അവസാനം അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല അവിടെയും വേറൊരു ഹദീസ് ഉണ്ട്, എന്താ, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ, അല്ലേ. ഈ സെർവൻറ്റിന് ഇത് ഒഴിച്ചു തന്ന ആൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുവേ ഇവനും നീ കുടിപ്പിച്ചു കൊടുക്കണേ. എത്ര സ്വാലിഹായ ഇബ്ലീസ്, അല്ലേ. ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ തോന്നിവാസത്തിനു വേണ്ടി അമ്പലങ്ങളിൽ നടക്കുന്ന പൂരപ്പറമ്പിലേക്ക്, അതുപോലെയുള്ള ഒരു ജാറത്തിലേക്ക് നേർച്ച നേരാനോ മറ്റോ ഒരാൾ പോകുമ്പോൾ അയാളോട് അരുതേ, ഇത് പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണിത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പരിഹാസ്യരാകുന്ന അവസ്ഥ, അല്ലേ. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, പുറത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനോട്, നീ എങ്ങോട്ടാ പോകുന്നേ, ഇങ്ങോട്ട് വാ, കുറച്ച് കുടിക്കാം. ഒരാൾക്ക് ഭക്ഷണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂലിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കള്ള് ഷാപ്പിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടോ അയാൾ പോയില്ല. പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ആ മനുഷ്യൻ പോയില്ല എന്ന് മാത്രവുമല്ല, അയാളോട് തിരിച്ചു പറഞ്ഞു, മോനെ നീ ചെയ്യുന്നത് തെറ്റാണ്, നീ എഴുന്നേറ്റ് വാ, ഒന്ന് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ശുദ്ധീകരിക്കുക, എന്നിട്ട് വാ, നിസ്കാരത്തിന് സമയമായി എന്ന് പറയുമ്പോൾ അയാളോട് പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, എന്താ ചെങ്ങ ഇനി പറയുന്നത്? അപ്പൊ വലത് കൈ കൊണ്ട് കുടിക്കണ്ട എന്നാണോ നീ പറയുന്നത്? 3 ഇറക്കാക്കി കുടിക്കരുത് എന്നാണോ നീ പറയുന്നത്? കുടിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലരുത് എന്നാണോ നീ പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ പോകരുതേ എന്ന് സ്നേഹഭാഷ ഉണർത്തുമ്പോൾ അവർ പറയുന്ന മറുപടിയും ഇത് തന്നെയല്ലേ. നിങ്ങൾക്ക് പിന്നെ നേർച്ചയൊന്നും ഇല്ലാലോ, നിങ്ങൾക്ക് പിന്നെ ദീനിൽ നിങ്ങളാണല്ലോ വലിയ താല്പര്യക്കാർ, ഖുർആനും സുന്നത്തിനും വലിയ പ്രാധാന്യമൊന്നും ഇല്ലാലോ എന്ന് തിരിച്ചു പറയുന്ന വളരെ മോശപ്പെട്ട ഒരവസ്ഥ. അള്ളാഹു അതിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ കരകയറ്റുമാറാകട്ടെ. ആമീൻ. തെറ്റ് കാണുമ്പോൾ അതിനെ തിരുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലേ. ബനി ഇസ്രായേലുകാരിൽപ്പെട്ട
ഒരു വിഭാഗം ആളുകൾ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് വകാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ കാനൂ ലാ യതനാഹൗൻ, അവരതിനെ തൊട്ട് അവരെ വിലക്കിയിരുന്നില്ല, ചെയ്യരുതേ എന്ന് പറഞ്ഞില്ല, ഗുണദോഷിച്ചില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും അത് പ്രകാരം ജീവിക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ അപാകതകൾ വന്നുപോയിട്ടുള്ള ആളുകളാണ് നമ്മൾ എങ്കിൽ റഹ്മാനും റഹീമും ഗഫൂറുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് നല്ല ഒരു ഹിക്മത്തും ബസീറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അപാകതകളും റഹ്മാനും റഹീമും ഗഫൂറുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് പേർ രോഗികളായി വളരെ പ്രയാസപ്പെട്ട് ICUയിൽ പോലും ഈ സമയത്ത് കഴിയുന്നുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥാ. ആമീൻ. കടം കൊണ്ട് വലയുന്ന ആളുകളുണ്ട് നമ്മളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസത്തെ ദൂരീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.